ഇത് ഇതുപയോഗിച്ചാൽ നമ്മുടെ നാട് നശിക്കുമെന്നും ഒരു ജനത തന്നെ നശിച്ചു പോകുമെന്നും ഇതുപയോഗിച്ചാൽ നാം സഹോദരങ്ങൾ വെറുക്കുമെന്നും അച്ഛനമ്മമാർ വെറുക്കുമെന്നും കൂട്ടുകാർ വെറുക്കുമെന്നും നാട്ടുകാർ വെറുക്കുമെന്നും അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇത് കൊടുക്കേണ്ടതാണ്. ഞാൻ 26 വർഷത്തോളം സർവീസായ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ തിരുവനന്തപുരത്താണ് എൻ്റെ നാട്. തിരുവനന്തപുരത്ത് ഞാൻ കഴിഞ്ഞ 3 തിരുവനന്തപുരം സിറ്റിയിലെ ഇൻസ്പെക്ടറായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് കേസുകൾ കണ്ടെടുക്കുമ്പോൾ അതിൽ പെടുന്ന കൂടുതലും യുവതീ-യുവാക്കളാണ്. അവരോട് ഞാൻ സംസാരിക്കുമ്പോൾ അവരോട് ഞാൻ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇതിൽ ഇടപെട്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ പെട്ടുപോയെന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ മക്കളെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് കാണരുത്. കാരണം പറയാനുള്ളത്, അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ എന്തെങ്കിലും സംഭവിക്കട്ടെ, നമുക്കതറിയണ്ട. നമ്മുടെ വീട്ടിൽ സംഭവിച്ചില്ല, പക്ഷേ നാളെ നമ്മുടെ വീട്ടിലും ഇത് സംഭവിക്കും. നമ്മുടെ വീട്ടിലടുത്തും അതിർത്തി വരെ എത്തിയിട്ടുണ്ട്. ഇന്ന് ലഹരി മാഫിയ വട്ടമിട്ട് പറക്കുകയാണ്, സ്കൂൾ കുട്ടികളെയും പെൺകുട്ടികളെ അടക്കം. ഇന്ന് ഞാനിവിടെ വാടാനപ്പള്ളിയിൽ വന്നതിന് ശേഷം 1 വർഷമായി വാടാനപ്പള്ളി വന്നതിന് ശേഷം ഞാൻ പിടിച്ചതിൽ 15-ലേറെ പെൺകുട്ടികൾ, കൂടുതലും സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ്. അവർക്കറിയില്ല ഇതെന്താണ് സംഭവിക്കുന്നത്. അവർ രസത്തിന് വേണ്ടി അല്ലെങ്കിൽ കൂടെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളോ പെൺകുട്ടികളോ പറയുന്നത് കേട്ട് അവരിതിലേക്ക് ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെങ്ങനെ മാറ്റിയെടുക്കണം? അവർ വീട്ടിൽ നിന്ന്, ഞാൻ ആ കുട്ടികളോട് പെൺകുട്ടികളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? കൂട്ടുകാരൻ പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങളത് പറയാ. അപ്പോൾ അവർ ആദ്യമൊക്കെ അല്ല, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അല്ലെ എൻ്റെ അടുത്ത കൂട്ടുകാരാണ്, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, അവൻ പറഞ്ഞതുകൊണ്ട് ഞാനിത് ചെയ്തു. ഞാൻ പറഞ്ഞു, നിനക്കിപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല സാർ, എനിക്ക് പറ്റുന്നില്ല. കാരണം എന്താണ്? ഇത് ലഹരി ഉപയോഗിച്ചാൽ നാഡീഞരമ്പുകൾ വലിഞ്ഞു മുറുകും, തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കും, പിന്നെ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ബോധവുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. മദ്യപിക്കുന്ന ഒരാളെ കുറിച്ച് നമുക്കറിയാം, മദ്യപിച്ച ആ കുറച്ച് സമയം അല്ലേ, കഴിയുമ്പോൾ ഈ ലഹരി അവൻ്റെ ജീവിതം തന്നെ തെറ്റിക്കും. അവൻ അടുത്ത ദിവസമാകുമ്പോൾ എനിക്ക് കൊണ്ടുതാന്നിങ്ങനെ അവൻ്റെ മനസ്സ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവൻ വേണ്ടാന്ന് പറഞ്ഞാൽ തന്നെയും കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ഇത് വന്നുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണം നിങ്ങളോട് ഞാൻ പറയാം. ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുമ്പോൾ 3-4 കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റൽ പോലൊരു വീട്. ആ വീട്ടിനകത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവിടെ താമസിക്കുന്നത്. ആ താമസിക്കുന്ന വിദ്യാർത്ഥികൾ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിയിച്ചത് പ്രകാരം ഞാൻ ആ വീട് റെയ്ഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എനിക്ക് 4 എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കിട്ടി. ആ വീട്ടിനകത്ത് ചെല്ലുമ്പോൾ കാലിത്തൊഴുത്തിനേക്കാളും, നമ്മൾ പശുവിന് മാടിനെ കെട്ടുന്ന തൊഴുത്തിനേക്കാളും അത്രയ്ക്ക് വൃത്തികേടായിട്ടാണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഈ വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്ഥലം, വീട് അത്രയ്ക്ക് വൃത്തികേടായിരിക്കുന്നത്. കാരണം ഇവർക്കാർക്കും ബോധമില്ല. വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കൂട്ടുകാരന്മാർ ഒത്തൊരുമിച്ച് എടുക്കുന്ന വീട്ടിൽ വന്ന് താമസിക്കുകയാണ്. അപ്പോൾ ഈ 4 പയ്യന്മാരെ ഞാൻ പിടിച്ചുകൊണ്ട് ഓഫീസിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെ വീട്ടിൽ അറിയിക്കണം, അവരെ എനിക്കിവിടെ കൊണ്ടുവരണമെന്ന് സംസാരിച്ചപ്പോൾ 3 കുട്ടികൾ എന്നോട് പറഞ്ഞു, സാർ അറിയിക്കരുതേ, എൻ്റെ അച്ഛനമ്മയെ അറിഞ്ഞാൽ എനിക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റില്ല, അവർ ആത്മഹത്യ ചെയ്തോളി, അവരെ അറിയിക്കരുതേ. അറിയിച്ചേ പറ്റുള്ളൂ. അത് വരുമ്പം പറയണ്ട, സാർ അറിയിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ അച്ഛനമ്മയെ അറിയിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എല്ലാവരും അച്ഛനമ്മയെ അറിയിക്കും. അവസാനം ഞാൻ എല്ലാ അച്ഛനമ്മമാരെ അറിയിച്ചിട്ട് ഈ അറിയിച്ചോ എന്ന് പറഞ്ഞ ഇയാളുടെ ഈ വിദ്യാർത്ഥിയുടെ അച്ഛനമ്മയും വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താ കാര്യം, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? സാർ, കുറച്ചു കാലമായിട്ട് അവൻ എല്ലാ മാസവും 2 പ്രാവശ്യം വീട്ടിൽ വന്ന് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അവൻ മാസത്തിൽ ഒരിക്കൽ വന്നാലായി ഇല്ലെങ്കിലായി. അവനെപ്പോഴും പൈസ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വേണം, ഫുഡിന് വേണം, അവിടെ കൊടുക്കണം, എനിക്ക് ഷർട്ട് മേടിക്കണം, എനിക്ക് ഷൂസ് മേടിക്കണം, വാച്ച് മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ അപ്പോഴായിട്ട് പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇതിൽ അമ്മ സ്കൂൾ ടീച്ചറും അച്ഛൻ ബാങ്കിലെ ക്യാഷ്യറുമാണ്. ആലോചിച്ച് നോക്കൂ. അവരുടെ മകന് എഞ്ചിനീയറിംഗ്, ഒരൊറ്റ മകനേ ഉള്ളൂ, എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു, നല്ല പണം അവൻ ആവശ്യമായ എല്ലാം കൊടുക്കുന്നു. അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെല്ലാം അവന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവസാനം ഞാൻ ആ മകനെ വിളിച്ച് നിർത്തി അവരെ മുമ്പിൽ ചോദിച്ചു, നിന്റെ അച്ഛനും അമ്മയും നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു? നിന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു, നിനക്ക് ആവശ്യമായ എല്ലാം തന്നു വിടുന്നു. അപ്പോഴാണ് ആ പയ്യൻ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി ചോദിച്ചത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ എനിക്കെല്ലാം മേടിച്ചു തരുന്നു, നിങ്ങൾ എനിക്കെല്ലാം വാങ്ങിച്ചു തരുന്നു, പക്ഷേ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നു? അവൻ ചോദിച്ചപ്പോൾ അച്ഛനമ്മയും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് ഷൂസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ പൈസ തരുന്നു, എനിക്ക് ആവശ്യമുള്ള വാങ്ങിച്ചു.